ഹായ് ഫ്രണ്ട്സ്, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് LDC 2014 പാലക്കാട് ജില്ലയിൽ ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമായിരുന്നു. ഇതിൻ്റെ മുൻപത്തെ വീഡിയോയിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസാണ് ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതിലാദ്യത്തെ ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര ഫുട്ബോൾ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ള കളിക്കാരൻ. ഇതിന് ശരിയുത്തരമില്ല. ലോകകപ്പ് ഫൈനലിൽ ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം പെലെയായിരുന്നു. ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയ താരം ജർമ്മനിയുടെ മിറോസ്ലോവ് ക്ലോസയായിരുന്നു. ലോകകപ്പ് ടൂർണമെൻറ്റിൽ ഏറ്റവും ഗോൾ നേടിയ താരം. മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ചയായി 10 തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഗായിക KS ചിത്രയായിരുന്നു മികച്ച ഗായികയ്ക്കുള്ള കേരള സംസ്ഥാന അവാർഡ് തുടർച്ചയായി 10 തവണ കരസ്ഥമാക്കിയിട്ടുള്ള ഗായിക. 1985 മുതൽ 1995 വരെ തുടർച്ചയായി 10 തവണ കേരള സംസ്ഥാന അവാർഡ് ചിത്ര കരസ്ഥമാക്കിയിട്ടുണ്ട്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഏർപ്പെടുത്തിയ വർഷം 1969 ആണ്. 1969 മുതൽ. ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ച ഗായകൻ യേശുദാസാണ്. ഗായിക പി ലൈലയുമാണ്. ആദ്യത്തെ സംസ്ഥാന അവാർഡ് ലഭിച്ച ഗായകൻ യേശുദാസും ഗായിക പി ലൈലയുമാണ്. കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന KS ചിത്രയാണ് കേരളത്തിൻ്റെ വാനമ്പാടി എന്നറിയപ്പെടുന്ന ഗായിക. സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ഗലീലിയോ ആണ് സൗരകളങ്കങ്ങൾ ആദ്യമായി കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ. സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പിലൂടെ ആദ്യമായി ചന്ദ്രോപരിതലവും സൗരകളങ്കങ്ങളും നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാണ് ഗലീലിയോ ഗലീലി സ്വയം നിർമ്മിച്ച ടെലസ്കോപ്പിലൂടെ ആദ്യമായി ചന്ദ്ര ഉപരിതലവും സൗരകളങ്കങ്ങളും നിരീക്ഷിച്ചിട്ടുണ്ട്. ഡയലോഗ് കൺസേണിംഗ് ദ 2 ചീഫ് വേൾഡ് സിസ്റ്റംസ് എന്നത് ഗലീലിയോയുടെ ഒരു ഗ്രന്ഥമാണ്. ചന്ദ്രനിൽ ഗർത്തങ്ങൾ ഉണ്ടെന്ന് കണ്ടെത്തിയത് ഗലീലിയോ ആണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ അയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്നിവ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹങ്ങളായ അയോ, യൂറോപ്പ, ഗാനിമീഡ്, കാലിസ്റ്റോ എന്നിവ കണ്ടെത്തിയത് ഗലീലിയോ ആണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമാണ് സൂര്യൻ. സൗരയൂഥത്തിലെ ഊർജ്ജ കേന്ദ്രവും സൂര്യനാണ്. സൂര്യൻ്റെ ഉപരിതലത്തിലെ ശരാശരി താപനില 5500 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഭൂമിയിൽ നിന്നും ദൃശ്യമായ സൂര്യൻ്റെ പ്രതലം ഫോട്ടോസ്ഫിയർ എന്ന പേരിൽ അറിയപ്പെടുന്നു. സൂര്യനിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്ന മൂലകം ഹൈഡ്രജനാണ്. സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് പ്ലാസ്മ അവസ്ഥയിലാണ് സൂര്യനിൽ ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത്. സൂര്യൻ്റെ ഊർജത്തിന് അടിസ്ഥാനമായ പ്രവർത്തനം ന്യൂക്ലിയർ ഫ്യൂഷനാണ് സൂര്യൻ്റെ ഊർജത്തിന് അടിസ്ഥാനമായ പ്രവർത്തനം. ഭൂമിയിൽ നിന്ന് സൂര്യനിലേക്ക് തിരിച്ച ആദ്യ പര്യവേഷണ വാഹനം നാസയുടെ പയനിയർ 5 ആണ്. സൂര്യപ്രകാശത്തിന് 7 നിറങ്ങളുണ്ടെന്ന് തെളിയിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൻ. ആപേക്ഷിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഐൻസ്റ്റീൻ ആണ്. ബയോളജിയുടെ പിതാവാണ് അരിസ്റ്റോട്ടിൽ. ഹിസ്റ്ററി ഓഫ് അനിമൽസ് എന്നത് അരിസ്റ്റോട്ടലിൻ്റെ ഒരു ഗ്രന്ഥമാണ്. ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ള ഗ്രഹമേത്? വ്യാഴത്തിനാണ് ഏറ്റവും കൂടുതൽ ഉപഗ്രഹങ്ങളുള്ളത്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹവും വ്യാഴമാണ്. ഭാരതീയ സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നറിയപ്പെടുന്ന ഗ്രഹമാണ് വ്യാഴം. സങ്കല്പങ്ങളിൽ ബൃഹസ്പതി എന്നാണ് വ്യാഴം അറിയപ്പെടുന്നത്. വസ്തുക്കൾക്ക് ഏറ്റവും ഭാരം അനുഭവപ്പെടുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും ശക്തമായ കാന്തികമണ്ഡലം അനുഭവപ്പെടുന്ന ഗ്രഹവും വ്യാഴമാണ്. ഏറ്റവും വലിയ ഉപഗ്രഹം ഗാനിമീഡാണ്. വ്യാഴത്തിൻ്റെ ഉപഗ്രഹമായ ഗാനിമീഡാണ് ഏറ്റവും വലിയ ഉപഗ്രഹം. ഏറ്റവും വേഗത്തിൽ ഭ്രമണം ചെയ്യുന്ന ഗ്രഹം വ്യാഴമാണ്. ഏറ്റവും സാവധാനം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ വ്യാഴവും ശനിയുമാണ്. വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങൾ.
ഹിമഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹം യുറാനസും നെപ്റ്റ്യൂണുമാണ്. യുറാനസും നെപ്റ്റ്യൂണുമാണ് ഹിമഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹം. മനോഹരമായ വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. മനോഹരമായ വലയങ്ങളുള്ള ഗ്രഹം ശനിയാണ്. ശനിയുടെ വലയങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത് ഗലീലിയോ ഗലീലിയാണ്. ഗലീലിയോ ഗലീലിയാണ് ശനിയുടെ വലയങ്ങൾ ആദ്യമായി നിരീക്ഷിച്ചത്. നഗ്നനേത്രം കൊണ്ട് ദർശിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും അകലെയുള്ള ഗ്രഹം ശനിയാണ്. ഭൂമിയുടെ ഭൂതകാലം അപരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ടൈറ്റനാണ്. ശനിയുടെ ഉപഗ്രഹമായ ടൈറ്റനാണ് ഭൂമിയുടെ ഭൂതകാലം അപരൻ എന്നിങ്ങനെ അറിയപ്പെടുന്നത്. യുറാനസിനെ കണ്ടെത്തിയത് വില്യം ഹെർഷലാണ്. വില്യം ഹെർഷലാണ് യുറാനസിനെ കണ്ടെത്തിയത്. ആദ്യമായി ടെലസ്കോപ്പിലൂടെ കണ്ടെത്തിയ ഗ്രഹം യുറാനസ് ആണ്. അരുണൻ എന്നറിയപ്പെടുന്നത് യുറാനസ് ആണ്. കൊടുങ്കാറ്റ് അനുഭവപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. വരുണൻ എന്നറിയപ്പെടുന്ന ഗ്രഹം നെപ്റ്റ്യൂണാണ്. നെപ്റ്റ്യൂണിൻ്റെ ഏറ്റവും വലിയ ഉപഗ്രഹം ട്രൈറ്റനാണ്. ട്രൈറ്റൻ. അബ്സല്യൂട്ട് സീറോ എന്ന പദം താഴെ കൊടുക്കുന്നവയിൽ ഏത് വിഭാഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? താപം. താപവുമായി ബന്ധപ്പെട്ടതാണ് അബ്സല്യൂട്ട് സീറോ. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് -273°C. ഈ താപനിലയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. ഒരു വാതകത്തിന് എത്തിച്ചേരാൻ കഴിയുന്ന ഏറ്റവും താഴ്ന്ന താപനിലയാണ് -273°C. ഈ താപനിലയാണ് അബ്സല്യൂട്ട് സീറോ എന്ന് പറയുന്നത്. -273°C എന്ന താപനില പ്രസ്താവിക്കുന്നത് കെൽവിൻ സ്കെയിലാണ്. കെൽവിൻ സ്കെയിൽ രൂപീകരിച്ചത് ലോർഡ്സ് കെൽവിനാണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബലാണ്. ശബ്ദ തീവ്രതയുടെ യൂണിറ്റ് ഡെസിബലാണ്. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം ഒപ്റ്റിക്സ് എന്നറിയപ്പെടുന്നു. ശബ്ദത്തെക്കുറിച്ചുള്ള പഠനം അക്വസ്റ്റിക്സ്. കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? മലപ്പുറം. മലപ്പുറമാണ് കേരളത്തിലെ ഏറ്റവും വലിയ താലൂക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല. ഏറ്റവും കൂടുതൽ താലൂക്കുകളുള്ള ജില്ല മലപ്പുറവും എറണാകുളവുമാണ്. ഏറ്റവും കുറവ് താലൂക്കുകളുള്ള ജില്ല കാസർഗോഡാണ്. ഏറ്റവും വലിയ താലൂക്ക് ഏറനാടാണ്. മലപ്പുറം ജില്ലയിലെ ഏറനാടാണ് ഏറ്റവും വലിയ താലൂക്ക്. പുതിയ താലൂക്കുകൾ വന്നതിന് ശേഷം നിലവിൽ ഏറ്റവും വലിയ താലൂക്ക് കണയന്നൂറാണ്. എറണാകുളം ജില്ലയിലെ കണയന്നൂറാണ് ഇപ്പോഴത്തെ നിലവിലെ ഏറ്റവും വലിയ താലൂക്ക്. ഏറ്റവും ചെറിയ താലൂക്ക് കുന്നത്തൂറാണ്. കൊല്ലം ജില്ലയിലെ കുന്നത്തൂറും. ജനസംഖ്യ കൂടിയ ജില്ല മലപ്പുറമാണ്. ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാടാണ്. വലിയ ഗ്രാമപഞ്ചായത്ത് കുമളിയാണ്. ഇടുക്കി ജില്ലയിലെ കുമളിയാണ് ഏറ്റവും വലിയ ഗ്രാമപഞ്ചായത്ത്. ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത് വളപട്ടണമാണ്. കണ്ണൂർ ജില്ലയിലെ വളപട്ടണമാണ് ഏറ്റവും ചെറിയ ഗ്രാമപഞ്ചായത്ത്. കൂടുതൽ മുനിസിപ്പാലിറ്റികളുള്ള ജില്ല എറണാകുളമാണ്. ഏറ്റവും കുറവ് മുനിസിപ്പാലിറ്റികളുള്ള ജില്ല ഇടുക്കിയാണ്. ഇടുക്കിയും വയനാടുമാണ്. ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? സ്വാമി വിവേകാനന്ദൻ. സ്വാമി വിവേകാനന്ദൻ്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത്. യുവജന ദിനം ജനുവരി 12 ജനുവരി 12 യുവജന ദിനം. രാമകൃഷ്ണ മിഷൻ്റെ സ്ഥാപകനാണ് സ്വാമി വിവേകാനന്ദൻ. 1897 സ്വാമി വിവേകാനന്ദനാണ് രാമകൃഷ്ണ മിഷൻ സ്ഥാപിച്ചത്. ഗീതയിലേക്ക് മടങ്ങുമെന്ന് ആഹ്വാനം ചെയ്തത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദനാണ് ഗീതയിലേക്ക് മടങ്ങുക എന്ന് ആഹ്വാനം ചെയ്തത്. വിവേകാനന്ദൻ്റെ പത്രങ്ങളാണ് പ്രബുദ്ധ ഭാരതവും ഉദ്ബോധനവും. ഉദ്ബോധനം പ്രബുദ്ധ ഭാരതവും വിവേകാനന്ദൻ്റെ പത്രങ്ങളാണ്. 1893 ചിക്കാഗോ ലോകമത പാർലമെൻറ്റിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് സ്വാമി വിവേകാനന്ദനാണ്. വിവേകാനന്ദൻ്റെ ഗുരു രാമകൃഷ്ണ പരമഹംസനാണ്. രാമകൃഷ്ണ പരമഹംസൻ. വിവേകാനന്ദൻ്റെ യഥാർത്ഥ നാമം നരേന്ദ്രനാഥ് ദത്ത എന്നാണ്. നരേന്ദ്രനാഥ് ദത്ത. ചക്രവാത സദൃശ്യനായ ഹിന്ദു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവാണ് സ്വാമി വിവേകാനന്ദൻ. രാമകൃഷ്ണ മിഷൻ്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിച്ച വിവേകാനന്ദൻ്റെ ശിഷ്യയാണ് സിസ്റ്റർ നിവേദിത. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആത്മീയ പിതാവ് എന്ന് വിവേകാനന്ദനെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്. 1928 ലാഹോറിൽ വെച്ച് സാൻഡേഴ്സിനെ വധിച്ച ധീര ദേശാഭിമാനിയാണ് ഭഗത് സിംഗ്.
രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. രക്തസാക്ഷികളുടെ രാജകുമാരൻ ഷഹീദ് ഇ അസം എന്നിങ്ങനെ അറിയപ്പെടുന്നത് ഭഗത് സിംഗ് ആണ്. സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ് ബേഡൽ പവൽ. ബേഡൽ പവൽ സ്കൗട്ട് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനാണ്. ബേഡൽ പവൽ പ്രഭു ജനിച്ചത് 1857 ഫെബ്രുവരി 22-നാണ്. ഇതിൻ്റെ സ്മരണാർത്ഥം സ്കൗട്ട് പ്രസ്ഥാനം ഫെബ്രുവരി 22 ചിന്താ ദിനമായി ആചരിക്കുന്നു. ബേഡൽ പവൽ പ്രഭു ജനിച്ചത് 1857 ഫെബ്രുവരി 22-നാണ്. ഇതിൻ്റെ സ്മരണാർത്ഥം സ്കൗട്ട് പ്രസ്ഥാനം ഫെബ്രുവരി 22 ചിന്താ ദിനമായി ആചരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായി ആചരിക്കുന്നു. രാജീവ് ഗാന്ധിയുടെ ജന്മദിനമായ ഓഗസ്റ്റ് 20 സദ്ഭാവന ദിനമായി ആചരിക്കുന്നു. ഭീകരവാദ വിരുദ്ധ ദിനം മെയ് 21-നാണ്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ടതിൻ്റെ സ്മരണാർത്ഥമാണ് ഈ ദിനം ആചരിക്കുന്നത്. ഭീകരവാദ വിരുദ്ധ ദിനം മെയ് 21. 1991 മെയ് 21-നാണ് രാജീവ് ഗാന്ധി വധിക്കപ്പെട്ടത്. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ അവകാശികൾ. അവകാശികളാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. അവകാശികൾ എഴുതിയത് M.K. മേനോനാണ്. വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന M.K. മേനോനാണ് അവകാശികൾ എഴുതിയത്. 4 ഭാഗമുള്ള നോവലിൻ്റെ രചനാ പശ്ചാത്തലം മലേഷ്യയാണ്. മലയാളികളും മലേഷ്യക്കാരും ചീനക്കാരും കഥാപാത്രങ്ങളായ ഈ നോവൽ സങ്കീർണമായ ദാമ്പത്യ ബന്ധങ്ങളുടെ കഥ പറയുന്നു. ആധുനിക യുഗത്തിലെ മഹാഭാരതം എന്ന് വിശേഷിപ്പിക്കുന്നത് അവകാശികളാണ്. ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനം കയറിനാണ്. തകഴി എഴുതിയ കയറിനാണ് ദൈർഘ്യത്തിൻ്റെ കാര്യത്തിൽ 2ാം സ്ഥാനം. മലബാർ ലഹള പശ്ചാത്തലമായ ഉറൂബിൻ്റെ നോവലാണ് സുന്ദരികളും സുന്ദരന്മാരും. മലബാർ ലഹള പശ്ചാത്തലമായ ഉറൂബിൻ്റെ നോവൽ. യന്ത്രം എന്നത് മലയാറ്റൂരിൻ്റെ നോവലാണ്. യന്ത്രം, സർവീസ് സ്റ്റോറി, 6-ാം വിരൽ, വേരുകൾ ഇതെല്ലാം മലയാറ്റൂരിൻ്റെ കൃതികളാണ്. 2013 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ പ്രഭാവർമ്മ. പ്രഭാവർമ്മയാണ് 2013 വയലാർ അവാർഡ് നേടിയ സാഹിത്യകാരൻ. 2017 T.D. രാമകൃഷ്ണനായിരുന്നു വയലാർ അവാർഡ് നേടിയത്. 2017 T.D. രാമകൃഷ്ണനാണ് വയലാർ അവാർഡ് നേടിയത്. 2018 K.V. മോഹനൻ കുമാറാണ് വയലാർ അവാർഡ് നേടിയത്. 2018 K.V. മോഹൻ കുമാറാണ് വയലാർ അവാർഡ് നേടിയത്. 2017 T.D. രാമകൃഷ്ണനായിരുന്നു. വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് 1977 മുതൽ നൽകി വരുന്ന അവാർഡാണ് വയലാർ അവാർഡ്. വയലാർ രാമവർമ്മയുടെ സ്മരണയ്ക്കായി വയലാർ രാമവർമ്മ മെമ്മോറിയൽ ട്രസ്റ്റ് 1977 മുതൽ നൽകി വരുന്ന അവാർഡാണ് വയലാർ അവാർഡ്. ആദ്യത്തെ വയലാർ അവാർഡ് ജേതാവ് ലളിതാംബിക അന്തർജനമാണ്. ലളിതാംബിക അന്തർജനം. കൃതി അഗ്നിസാക്ഷിയാണ്. അവാർഡ് തുക 25,000 രൂപയാണ്. തൂലിക പടവാളാക്കിയ കവി എന്നറിയപ്പെടുന്നത് വയലാർ രാമവർമ്മയാണ്. തൂലിക പടവാളാക്കിയ കവി. മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര് പെഡോളജി. പെഡോളജി എന്നാണ് മണ്ണിനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയുടെ പേര്. ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ് പാലിയന്റോളജി എന്നറിയപ്പെടുന്നത്. പാലിയന്റോളജി എന്നറിയപ്പെടുന്നത് ഫോസിലുകളെക്കുറിച്ചുള്ള പഠനമാണ്. ഓർണിത്തോളജി എന്നത് പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമാണ് ഓർണിത്തോളജി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ടാക്സോണമി. Here's the definition of taxonomy. The branch of science concerned with classification, especially of organisms, systematics. ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. ജീവികളെ തരംതിരിക്കുന്ന ശാസ്ത്രശാഖയാണ് ടാക്സോണമി. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണി എന്ന പേരിൽ അറിയപ്പെടുന്നു. സസ്യങ്ങളെക്കുറിച്ചുള്ള പഠനം ബോട്ടണിയാണ്. ആൽഗകളെക്കുറിച്ചുള്ള പഠനം ഫൈക്കോളജിയാണ്. ഫൈക്കോളജിയാണ് ആൽഗകളെക്കുറിച്ചുള്ള പഠനം. ഫംഗസുകളെക്കുറിച്ചുള്ള പഠനം മൈക്കോളജിയാണ്. മൈക്കോളജി ഫംഗസുകളെക്കുറിച്ചുള്ള പഠനമാണ്. വിത്തുകളെക്കുറിച്ചുള്ള പഠനം സ്പേമോളജി എന്ന പേരിൽ അറിയപ്പെടുന്നു. സ്പേമോളജി വിത്തുകളെക്കുറിച്ചുള്ള പഠനമാണ്. വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം ഡെൻഡ്രോളജിയാണ്. ഡെൻഡ്രോളജിയാണ് വൃക്ഷങ്ങളെക്കുറിച്ചുള്ള പഠനം. പൂക്കളെക്കുറിച്ചുള്ള പഠനം ആന്തോളജിയാണ്. ആന്തോളജിയാണ് പൂക്കളെക്കുറിച്ചുള്ള പഠനം. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജിയാണ്. പഴങ്ങളെക്കുറിച്ചുള്ള പഠനം പോമോളജിയാണ്. പഴങ്ങളുടെയും വിത്തുകളുടെയും ഘടനയെക്കുറിച്ചുള്ള പഠനം കാർപ്പോളജിയാണ്. കാർപ്പോളജിയാണ് പഴങ്ങളുടെയും
വിത്തുകളുടെയും ഘടനയെക്കുറിച്ചുള്ള പഠനം.